കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കാൻ സംഘം. തടവുകാർക്ക് ബീഡിയും കഞ്ചാവും മൊബൈലും എറിഞ്ഞു കൊടുക്കാൻ പ്രത്യേകമായി കൂലി ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കെട്ട് സാധനം അകത്തേക്ക് എറിഞ്ഞു കൊടുത്താൽ 1000 രൂപയാണ് പ്രതിഫലമായി നൽകുന്നത്. ഫെലിക്സ് ആണ് കണ്ണൂരിൽ വിവരങ്ങളുമായി ചേർന്നത്. ഫെലിക്സ്, അത്യന്തം ഗൗരവതരമായ ആരോപണമാണ് ഉയർന്നു വരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരത്തെയും വലിയ വീഴ്ചകൾ ഉണ്ടായിരുന്നു. ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ഈ ജയിലിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പോൾ ഈ ലഹരി വസ്തുക്കളുടെ ഇടപാടുമായി ബന്ധപ്പെട്ടതൊക്കെ പുതിയ വിവരങ്ങളാണ് വ്യക്തമാകുന്നത്. രതീഷ്, കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മതിലിന് പുറത്തുനിന്നും ഉള്ളിലേക്ക് മൊബൈൽ ഫോണും മറ്റും എറിഞ്ഞു കൊടുക്കാൻ ഒരാൾ ശ്രമിക്കുന്നതായി ജയിൽ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അയാളെ പിടികൂടി. അക്ഷയ് എന്ന കണ്ണൂർ പുതിയതൊരു സ്വദേശിയാണ് പിടിയിലായത്. അപ്പോൾ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായകമായ ചില മൊഴികൾ ഇയാൾ നൽകുന്നത്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഈ മൊബൈലും മറ്റും മൊബൈലും ബീഡിയും ലഹരി വസ്തുക്കളും ജയിലിനുള്ളിലേക്ക് എറിഞ്ഞു നൽകിയാൽ ഒരു കെട്ടിന് 1000 രൂപ വെച്ച് ലഭിക്കുമെന്നതാണ്. ഇതൊരു സംഘമാണ്. ഈ സംഘം ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട സംഘമാണ്. അവരെയാണ് ഇത് ഏൽപ്പിക്കുന്നത്. അതായത് ജയിലിനുള്ളിലെ തടവ് പുള്ളികളെ സന്ദർശിക്കാൻ എത്തുന്നവർ ആ തടവ് പുള്ളിയും ആ സന്ദർശകനും തമ്മിൽ ധാരണയുണ്ടാക്കും. ആ സന്ദർശകൻ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഈ സംഘത്തെ, ഈ ലഹരി മരുന്ന് എറിഞ്ഞു കൊടുക്കുന്ന സംഘത്തിനെ വിവരമറിയിക്കും. അങ്ങനെ ചില അടയാളങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചില കല്ലുകളൊക്കെ ചില സമയത്ത് എറിയും. അങ്ങനെയാണ് സിഗ്നൽ ലഭിക്കുക. ആ സ്ഥലത്തേക്ക് പുറത്തുനിന്നും എത്തിയ ഈ സംഘം ബീഡിയും മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും എറിഞ്ഞു നൽകിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ അക്ഷയനെ പിടിച്ചപ്പോൾ അക്ഷയുടെ കയ്യിൽ നിന്നും 15 കെട്ട് ബീഡി പിടികൂടി, 5 പാക്കറ്റ് ഹാൻഡ്സ് പിടികൂടി, പിന്നീട് ഒരു മൊബൈൽ ഫോണുമാണ് പിടികൂടിയത്. ഇതൊക്കെ ഒരു ചാക്കിൽ പൊതിഞ്ഞ്, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കാൻ പ്ലാസ്റ്റിക്കുകൾ മറ്റും പൊതിഞ്ഞ് സുരക്ഷയോടുകൂടി തന്നെയാണ് ഇത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് എറിയുന്നത്. ഇതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സംഘം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ തടവുകാരടക്കം ഈ ലഹരി കേസുകളിൽ പെട്ട് ജയിലിൽ കിടക്കുന്ന തടവുകാരടക്കമുള്ളവരാണ് ഇത് ആവശ്യപ്പെടുന്നത് എന്നതാണ് അക്ഷയ് മൊഴി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ സംഘവുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏതായാലും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. അത്യന്തം ഗൗരവതരമായ ആരോപണമല്ല, ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്നത് വ്യക്തമാവുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ എറിഞ്ഞു കൊടുക്കാൻ എത്തിക്കാൻ പ്രത്യേക സംഘം പ്രവർത്തിക്കുകയാണ്. ഫെലിക്സ്, എത്ര കാലമായി ഇങ്ങനെ ഈ സംഘം പ്രവർത്തിക്കുന്നുണ്ട്? ഇവർക്ക് പിന്നിൽ ആരാണ്? ഈ സംഘത്തിൽ എത്ര പേരുണ്ട്? ഇത് സ്ഥിരം സംഘമാണോ? അത്തരം വിവരങ്ങളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നുണ്ടോ? രതീഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ സംഘത്തെ പിടികൂടിയത്. അതിൽ ഒരാളെ മാത്രമാണ് പിടികൂടിയത്. 3 പേരാകെ ഉണ്ടായിരുന്നു. ഈ ജയിൽ ജീവനക്കാർ ഇവരെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവരെ പിടിക്കാനായി ഓടിച്ചു. ആ സമയത്തിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഒരാളെ മാത്രമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഒപ്പമുള്ള മറ്റ് 2 പേർ ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള വിവരം പോലീസിലുണ്ട്. അവരെ തേടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇവർ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘങ്ങളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അവർക്കാണ് ഈ പണം ലഭിക്കുന്നത്. അതായത് ഇത് വലിച്ച് ഈ ലഹരി വസ്തുക്കൾ അകത്തേക്ക് എറിഞ്ഞാൽ പുറത്തുനിന്നും ഇവർക്ക് പണം നൽകാനായി ഈ തടവ് പുള്ളികൾ പുറത്ത് ആളെ നിയോഗിച്ചിട്ടുണ്ട്. അവരാണ് ഈ പണം, ഈ 1000 രൂപ ഒരു കെട്ട് വീടി എറിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എറിഞ്ഞാൽ 1000 രൂപ ഇവർക്ക് നൽകുക. വളരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ തന്നെ ഈ പ്രതി നടത്തിയ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. നേരത്തെയും കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ ഇപ്പോൾ ഒരു ദിവസം പരിശോധന നടത്തിയ ഒരു മൊബൈൽ ഫോൺ പിടികൂടിയാൽ 2-3 ദിവസത്തിനുള്ളിൽ വീണ്ടും പരിശോധന നടത്തിയാൽ വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടുന്നു. അപ്പോൾ ഇതിനൊരു അവസാനം ഉണ്ടാവുന്നില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് പുറത്തുനിന്നും ഇത് തുടർച്ചയായി എറിഞ്ഞു നൽകുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാർക്കാണ് ഇത് കിട്ടുന്നത്. ഒപ്പം ഈ ലഹരി മരുന്ന് കേസിൽ അതിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളടക്കം അവിടെയുണ്ട്. അവർക്കടക്കം ഈ സാധനങ്ങൾ, ലഹരി മരുന്നുകൾ, വസ്തുക്കളടക്കം വലിച്ചെറിഞ്ഞ് നൽകുന്നുണ്ട്. കഞ്ചാവടക്കം കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ നിന്നും നേരത്തെ പിടികൂടിയതാണ്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇത് കാണുന്നത്. മൊബൈൽ ഫോൺ മാത്രമല്ല, ചാർജറും വലിച്ചെറിഞ്ഞ് നൽകുന്നുണ്ട്. ഈ ചാർജർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ചോദ്യം. മൊബൈൽ ഫോണിനുള്ളിൽ ഉപയോഗിക്കാം, അത് രഹസ്യമായിട്ടെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അത് ചാർജ് ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങളും കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ ലഭിക്കുന്നുണ്ട് എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യങ്ങളാണ്. ജയിലിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. ഉദ്യോഗസ്ഥരുൾപ്പെടെ ഒത്താശയില്ലെങ്കിൽ എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയുക? ഇപ്പോൾ ഒളിപ്പിച്ച് ആരെങ്കിലും ഉപയോഗിച്ചാൽ തന്നെ അവ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ എങ്ങനെ ജയിൽ ലഭിക്കുന്നു എന്ന ചോദ്യമുണ്ട്. വിശദമായ അന്വേഷണം അനിവാര്യമായി വരുന്ന സംഭവമാണ്. ഇപ്പോൾ തന്നെ കണ്ണൂർ ജയിലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ അന്വേഷണം നടക്കുന്നുണ്ട്. കേരളത്തിലെ ജയിലുകൾ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിഴവുകൾ ഇല്ലാതാക്കാനുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സ്വാഭാവികമായ അന്വേഷണ പരിധിയിൽ ഈ വിഷയം ഉൾപ്പെടെ വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ലഹരിക്ക് കൂലി നൽകി, ലഹരി സംഘത്തിന് പണം നൽകി കൃത്യമായി ലഹരി എത്തിക്കുന്നതിനുള്ള സംഘം പ്രവർത്തിക്കുന്നു. ജയിലിനകത്തും പുറത്തും ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്.